ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി നമ്മൾ നേരെ ഗുരുവായൂരിലേക്ക് പോകുന്നു. പാർത്ഥസാരഥിയുടെ സ്വന്തം ഗുരുവായൂരിലേക്ക് തന്നെ പോകുന്നു. അവിടെ ജെയ്സൺ ചമ്പോളപ്പിലുണ്ട്. ജെയ്സൺ, വെരി ഗുഡ് മോർണിംഗ് ജെയ്സൺ, ഹാപ്പി ഓണം. എന്താണ് രാവിലെ നല്ല തിരക്കുണ്ടോ? സാധാരണ തിരുവോണത്തിനെന്ന് രാവിലെ ഗുരുവായൂരപ്പനെ കണ്ട് അതിനുശേഷം വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുന്നവരുണ്ട്. ചിലർ ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ നിന്ന് തന്നെ തിരുവോണ ഭക്ഷണവും കഴിച്ചാണ് മടങ്ങാറ്. തിരക്കുണ്ടോ രാവിലെ ഗുരുവായൂരിൽ? വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. എല്ലാവർക്കും ഓണാശംസകൾ. ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്നല്ലാതെ എവിടെ നിന്നാണ് നമുക്ക് ഓണാശംസ നേരാൻ കഴിയുക? ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിലാണ്. ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ എല്ലാ ദിവസവും അത്തം മുതൽ എല്ലാ ദിവസവും വലിയ പൂക്കളം തീർക്കുമായിരുന്നു. ഇപ്പോൾ തിരുവോണ നാളിൽ തീർത്തിരിക്കുന്ന പൂക്കളം എന്നത് സ്വർഗാരോഹണം ചെയ്യുന്ന കൃഷ്ണൻ്റെ രൂപമാണ്. അതായത് സ്വർഗത്തിലിരുന്ന് തൻ്റെ ഭക്തരെ ഈ ലോകത്തെ മുഴുവൻ നോക്കിക്കാണുന്ന ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും ഗംഭീരമായ ആ ഒരു ദൃശ്യമാണ് ഈ തിരുവോണ നാളിൽ ഇവിടെ കിഴക്കേ നടയിൽ തീർത്തിരിക്കുന്നത്. ഏറ്റവും ഗംഭീരമായിരിക്കും. അതുപോലെ തന്നെ ഈ ക്ഷേത്ര പരിസരം മുഴുവൻ ഗംഭീരമായിരിക്കുന്നു. നിരവധി പേരാണ് ഇന്നലെ രാത്രി മുതൽ തന്നെ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ക്ഷേത്രത്തിൽ ഒരു ദർശനത്തിന് തിരുവോണ നാളിൽ ഭഗവാനെ ഒന്ന് കാണുന്നതിന് വേണ്ടിയിട്ട് ഇന്നലെ രാത്രി മുതൽ തന്നെ ഇവിടേക്ക് ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നാം രാവിലെ 6 മണിയുടെ ബുള്ളറ്റിൽ പറഞ്ഞപ്പോൾ മണിക്കൂറുകളോളം ക്യൂ നിൽക്കുന്ന ആളുകളുടെ പ്രതികരണങ്ങൾ കൂടി നാം എടുത്തു. ഇന്നത്തെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ എന്ന് പറയുന്നത് രാവിലെ 4 മണിക്ക് ക്ഷേത്രം ഊരാളൻ ഭഗവാൻ ആദ്യത്തെ ഓണപ്പുടവ സമർപ്പിച്ചു. ഭഗവാന് ആദ്യത്തെ ഓണപ്പുടവ കിട്ടിയതിന് ശേഷം ഭക്തർക്ക് സമർപ്പിക്കാനുള്ള അവസരമായിരുന്നു. 100 കണക്കിന് ഭക്തരാണ് ഓണപ്പുടവയുമായി ഭഗവാന്റെ മുന്നിലെത്തി തങ്ങളുടെ പ്രതീക്ഷകൾ, തങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മോഹങ്ങളും ആഗ്രഹങ്ങളും ജീവിതത്തിന്റെ എല്ലാം സമർപ്പിക്കുന്നതിന്റെ ചടങ്ങ് കൂടിയായിട്ടാണ് ഓണനാളിൽ കുറവുണ്ടോ? തീർച്ചയായും അരുൺകുമാർ, അല്പം തിരക്ക് കുറവുണ്ട്. കാരണം നല്ല മഴയുണ്ട്. രാവിലെ തന്നെ മഴ പിടിച്ചിട്ടുണ്ട്. ഇപ്പോഴും ആകെ മൂടിക്കെട്ടി നിൽക്കുന്ന അന്തരീക്ഷമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തിരക്കല്പം കുറവുണ്ട്. അതിന് ഈ കാലാവസ്ഥ ഒരു പ്രധാന ഘടകമാണ്. എങ്കിൽ പോലും ഈ കാലാവസ്ഥയെ കൂടി അവഗണിച്ച് ആളുകൾ എത്തിച്ചേരുന്നുണ്ട്. പക്ഷേ ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ 9 മണിക്ക് സദ്യ ആരംഭിക്കും. സദ്യ എന്ന് പറയുന്നത് അതിഗംഭീരമായ സദ്യയാണ്. ഭഗവാൻ എങ്ങനെയാണോ സദ്യ ഒരുക്കുന്നത് അതുപോലെ തന്നെ ഭക്തർക്കും തിരുവോണ നാളിൽ സദ്യ ഒരുക്കുന്നു. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് ഉത്രാടത്തിനും കാഴ്ചക്കുല സമർപ്പണം നടന്നു. ആ കാഴ്ചക്കുലയിൽ ലഭിക്കുന്ന പഴം, ആ പഴത്തിന് ഒരു ഭാഗം ഇന്ന് നടക്കുന്ന സദ്യക്ക് വേണ്ടിയിട്ടുള്ള പായസം ഉണ്ടാക്കും. പഴപ്പായസമാണ് ഏറ്റവും രുചികരമായ പായസങ്ങളിൽ നിന്നാണ് പഴപ്പായസം. ഒരു ഭാഗം ആനയ്ക്ക് കൊടുക്കും, മറ്റുള്ളവർ ഭക്തർക്ക് ലേലം ചെയ്തു കൊടുക്കും. അങ്ങനെ ആ ഗംഭീരമായ ആർഭാട നിർഭരമായ ഭക്തി നിർഭരമായ തിരുവോണ അനുഭവമാണ് ഗുരുവായൂരിലെ തിരുവോണ പ്രഭാതം. ജെയ്സൺ, അവിടെ ഗുരുവായൂരിൽ പുതിയ അഡ്മിനിസ്ട്രേറ്ററായിട്ട് ചുമതല എടുത്തിരിക്കുന്നത് നമ്മുടെ ഒരു സുഹൃത്താണ് ഹരിലാൽ. അദ്ദേഹത്തെ കാണുകയാണെങ്കിൽ ഒരു തിരുവോണാശംസകൾ പറഞ്ഞോളൂ. അദ്ദേഹം അവിടെ ചാർജ് എടുത്ത വിവരം നമ്മൾ അറിഞ്ഞു എന്നും അദ്ദേഹത്തോട് പറഞ്ഞോളൂ. നമ്മളുടെ കൂടെ പണ്ട് പഠിപ്പിച്ച ഹരിലാൽ ഭാഷാണ് ഇപ്പോൾ ഗുരുവായൂരിലെ അഡ്മിനിസ്ട്രേറ്ററായിട്ട് എത്തിയിരിക്കുന്നത്. താങ്ക് യു ജെയ്സൺ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ജെയ്സൺ പറഞ്ഞ് അങ്ങ് ഗുരുവായൂരോട്ട് പോയാലെന്താ എന്ന് നമുക്ക് തന്നെ തോന്നി തുടങ്ങി ഇല്ലേ? പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് തോന്നിയില്ലേ? ഗുരുവായൂർ നിൽക്കുന്ന സമയത്ത് ഭക്തിനിർഭരമായ ഒരു അന്തരീക്ഷം, അല്പം തണുപ്പുണ്ട്, മഴയുണ്ട്, എന്നാൽ പോലും ഗുരുവായൂരിൽ നിൽക്കുന്ന സമയത്ത് ആത്തൊരു ഫീലിംഗ് ആയിരിക്കും അല്ലേ? ഗുരുവായൂരിൽ മാത്രമല്ല, രാവിലെ തന്നെ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് അതല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കൊപ്പം വീട്ടുകാർക്കൊപ്പം ഒക്കെ ഇരിക്കുന്നത് ഒരു പ്രത്യേക ഫീല് തന്നെയാണ്. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. അരുൺ ചേട്ടാ, ഞങ്ങളുടെ കൊട്ടാരക്കര ഗണപതിയെ കൂടി പരിഗണിക്കണേ എന്ന് പറയുന്നു. പരിഗണിച്ചിരിക്കുന്നു, എപ്പോഴേ പരിഗണിച്ചിരിക്കുന്നു. കൊട്ടാരക്കരയിൽ നിന്നുള്ള വിശേഷങ്ങളും പ്രിയപ്പെട്ടവരുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം.